ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ടീച്ചർമ്മ വിചാരിക്കുന്നു. നമ്മുടെ ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ സീരീസിന്റെ ഡേ 27ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ടീച്ചർമ്മ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്, ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ ഒരു ഹാപ്പി ലൈഫ് വേണം എന്നാഗ്രഹമില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് സീക്രട്ട് ഉണ്ട് കേട്ടോ. ടീച്ചറമ്മയുടെ ഹാപ്പിനെസ്സിന് പിന്നിൽ, സക്സസിന് പിന്നിൽ ഒരുപാട് സീക്രട്സ് ഉണ്ട്. വഴിയെ പറഞ്ഞുതരാം. 365 ദിവസത്തെ ജേണിയാണ്. ഖേൽ അബിബി ബാക്കി ഹേ ബായ്. ഒത്തിരി ഇനിയും വരാനുണ്ട്, ഒരുപാട് സീക്രട്സ് വരാനുണ്ട്. ഒരു സീക്രട്ട് ഗ്രാറ്റിറ്റ്യൂഡാണ് കേട്ടോ. ലഭിച്ചതിനൊക്കെയും മനസ്സിൽ തട്ടി നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നന്ദിയുള്ളവന് പ്രപഞ്ചം എല്ലാം കൊടുക്കും. നന്ദി ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. നിങ്ങൾ നന്ദി പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ആരോഗ്യത്തിന് നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്കുള്ള സമ്പത്തിന് നന്ദി പറഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് ഇമ്പ്രൂവ് ആവും. എപ്പോഴും ഉള്ളതിന് ഫീൽ ചെയ്ത് നന്ദി പറയണം. ചുമ്മാ ടീച്ചറമ്മ നന്ദി പറയാൻ പറഞ്ഞുകൊണ്ട് എനിക്കൊരു വീട് തന്നതിന് നന്ദി, കാറ് തന്നതിന് നന്ദി, എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതിന് നന്ദിനോ. ഇറ്റ് ഷുഡ് കം ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹേർട്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ നന്ദി വരണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക്ക് ഇതൊന്നുമല്ല. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, മക്കളെ, പലർക്കും ഓവർനൈറ്റ് സക്സസ് വേണം. നമ്മൾ പലരുടെയും സക്സസ്ഫുൾ ലൈഫ് കാണുമ്പോൾ ദൈവമേ, അവരൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്ത വ്യക്തികൾ. അവരുടെ സക്സസ് കണ്ട ഓരോ ദിവസം കഴിയും തോറും അവരുടെ ലൈഫ് ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്കും അതുപോലെ വേണം, എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് സക്സസ്ഫുൾ ആകണം. ഈ സക്സസ്ഫുള്ളായ ആളുകൾ അവരോരോ ദിവസവും അതിന് പിന്നിൽ എടുത്തിട്ടുള്ള എഫേർട്ട് അവർക്കറിയാം. ഇപ്പോൾ ഓരോ യൂട്യൂബേഴ്സ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണും. പലരും പറയും, യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ പണിയല്ലേ. നിങ്ങൾക്കറിയാം, ഈ 365 ദിവസം 365 ലൊക്കേഷൻ, 365 അറ്റയർ, 365 കണ്ടന്റുമായിട്ട് ഡെയിലി വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ് അല്ലേ. ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ നമ്മൾ പറയാം, ഒരു വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഭയങ്കര പാടല്ലേ, പിന്നെ വേറെ പണിയൊന്നുമില്ല, അവർ ചുമ്മാ ഒരു ക്യാമറയും തൂക്കി വ്ളോഗിങ് എന്നും പറഞ്ഞ് നടക്കുകയാണ്, ഇതൊന്നും ഒരു എഫേർട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പലരും നെഗറ്റീവ് പറയുന്നത് കേൾക്കും. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എഫേർട്ടുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അവരുടെ ഇന്നത്തെ സക്സസ്, ഇന്നിപ്പോൾ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള യൂട്യൂബേഴ്സിന് നോക്കുമ്പോൾ ഒരു കാലത്ത് ആരും സഹായത്തിനില്ലാതെ, ഒന്നുമില്ലാതെ, ഒരു നല്ല ക്യാമറ ഇല്ലാതെ അവരുടെ കയ്യിലുണ്ടായിരുന്നൊരു പൊട്ട ഫോണിനകത്ത് അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ചെയ്ത് ഇങ്ങനെ കയറി കൺസിസ്റ്റൻസിയോടെ അവർ ചെറിയ 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 ആക്ഷൻ എടുത്തത് കൊണ്ടാണ് ഇന്നത്തെ സക്സസ്സിലേക്ക് അവരെത്തിയത്. യൂട്യൂബേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല കേട്ടോ, എല്ലാ മനുഷ്യരും ലൈഫിൽ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു. അപ്പോൾ പലരും ചിന്തിക്കുന്ന വെച്ചാൽ, എനിക്ക് ഓവർനൈറ്റ് സക്സസ്ഫുൾ, എനിക്ക് പെട്ടെന്ന് അങ്ങ് വിജയിക്കണം എന്ന് ചിന്തിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പലരുമായിട്ട് കമ്പാരിസൺ ചെയ്യും. എന്നിട്ട് എനിക്ക് അതുപോലെ ആകണം എന്ന് ശ്രമിച്ച് ഇവരെന്ത് ചെയ്യും? പല പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരിക്കൽ ഒരിടത്ത് മായ എന്നു പേരുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മായയെ സംബന്ധിച്ചിടത്തോളം മായ ലൈഫിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു. നാളെ മുതൽ രാവിലെ എനിക്ക് 5 മണിക്ക് എഴുന്നേക്കണം, എനിക്ക് എല്ലാ ദിവസവും 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം, എനിക്ക് ദിവസവും പുസ്തകങ്ങൾ വായിക്കണം, എനിക്ക് വീടൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്ത് എപ്പോഴും നല്ല കുട്ടപ്പനാക്കി ഇടണം, അതുപോലെ എനിക്ക് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുടെ നീണ്ട ലിസ്റ്റൊക്കെ അവൾ എഴുതി വെച്ചു. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് അലാറം അടിച്ചു. അവൾ അതിനെ സ്നൂസ് ചെയ്തു, കിടന്നുറങ്ങി. വീണ്ടും അലാറം അടിച്ചു, വീണ്ടും സ്നൂസ് ചെയ്തു. കുറേ ആയപ്പോൾ ഇല്ല, എനിക്ക് വിജയിക്കണം. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അവൾ ആദ്യത്തെ ഒരു ദിവസം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അവൾക്ക് 1.5 മണിക്കൂർ ചെയ്യാനൊന്നും ഉള്ളൊരു മോട്ടിവേഷൻ ഇല്ല. അതുപോലെ അവൾക്ക് റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ അവൾക്ക് ഭയങ്കര മടി പിടിച്ച് സെറ്റിയിലിരുന്ന് ഫോൺ നോക്കി ഇരിക്കാനായിട്ടാണ് അവളുടെ മനസ്സ് പറയുന്നത്. അതുപോലെ അവൾക്ക് പുസ്തകം വായിക്കണം, പുസ്തകം കയ്യിലേക്ക് എടുത്തു വെച്ചു. പക്ഷെ വായിക്കാൻ ഭയങ്കര മടി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവൾ ഒത്തിരി കരഞ്ഞ് വിഷമിച്ചു. ഞാൻ ഭയങ്കരമായിട്ട് ആക്ഷൻ എടുത്ത് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റുന്നില്ല. അപ്പോൾ മായയുടെ ഒരു ഫ്രണ്ട് മായോട് പറഞ്ഞു, നീ ഇങ്ങനെ വലിയ വലിയ ഗോളൊക്കെ എടുത്ത് വെക്കാതെ നീ അതിനെ ചെറുതായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാൻഡ് ആക്ഷൻസ് എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വലിയ പഴുത്ത ചക്ക നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ചക്ക കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും, ഇനി ഈ ചക്കയെ മുറിച്ച് വെട്ടി
അതിനകത്തുള്ള ചക്കപ്പൂഞ്ഞൊക്കെ എടുത്ത് കളഞ്ഞ് അതിൻ്റെ ചക്കയെ വേർതിരിച്ചെടുത്ത് പിന്നെ അതിനെ മുറിക്കണം, അതിനകത്തുള്ള അല്ലേ ഭയങ്കര അരക്കെടുത്ത് കളയണം, അതിനകത്തുള്ള ചുള വേർതിരിക്കണം. ഹെവി പ്രോസസ്സാണ്. മടി പിടിച്ചാൽ ചക്ക എവിടെ നിന്ന് കേടായിപ്പോയാൽ നമ്മളത് എടുക്കത്തില്ല. നേരെ മറിച്ച് ആരെങ്കിലുമൊക്കെ ഈ ചക്ക മുറിച്ച് എല്ലാം ക്ലീനാക്കി നല്ല ചക്ക നല്ല പീസാക്കി നല്ല പഴുത്ത ചക്ക പ്ലേറ്റിലിട്ട് ഭംഗിയായിട്ട് കൊണ്ട് ഇങ്ങനെ കയ്യിലൂടെ വന്നു കഴിഞ്ഞാൽ ആഹാ എന്ത് ടേസ്റ്റ്, നമ്മളെടുത്ത് കഴിച്ചു അല്ലേ. എത്ര പേർക്ക് ഇപ്പോൾ ചക്കപ്പഴം ഓർമ്മ വന്നു, ചക്കപ്പഴത്തിൻ്റെ ഓർമ്മ വന്നവരൊക്കെ യെസ് എന്ന് കമൻറ്റിലിടുക. അങ്ങനെ ചക്കപ്പഴം കൊണ്ട് വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഓരോ പീസായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ മക്കളെ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഒരു വലിയ ഹെവി ടാസ്ക് എടുത്ത് തലയിൽ വെച്ചിട്ട് അയ്യോ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് നടക്കാതെ മേക്ക് ഇറ്റ് ഇൻറ്റു സ്മോൾ 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 കുഞ്ഞു കുഞ്ഞു പീസസ് കൊച്ചു കൊച്ചു പീസാക്കിയിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എനിക്ക് 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുക. പുസ്തകം ഇന്നെനിക്ക് ഒരു ചാപ്റ്റർ വായിച്ചു തീർക്കണമെന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടി ഓക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പേജ് വായിക്കുക. എനിക്കിന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം അത്യാവശ്യം നിങ്ങൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടും, പതുക്കെ ആക്ഷൻ. ആദ്യത്തെ ദിവസം ആക്ഷൻ എടുത്തു, തോളിൽ തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുക, വെരി ഗുഡ്, പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. 2ാമത്തെ ദിവസം വീണ്ടും കുറച്ചുകൂടെ ആക്ഷൻ എടുക്കുക, 3ാമത്തെ ദിവസം വീണ്ടും ആക്ഷൻ എടുക്കുക. അങ്ങനെ സ്മോൾ കൺസിസ്റ്റൻറ്റ് ആക്ഷനാണ് റിസൾട്ട് തരുന്നത്. മനസ്സിലാവുന്നു? ഒറ്റയടിക്ക് എനിക്ക് യൂട്യൂബിൽ 1 ലക്ഷം സബ്സ്ക്രൈബർ വേണം, 10 ലക്ഷം സബ്സ്ക്രൈബർ വേണം. ഡെയിലി ആക്ഷൻ എടുക്കുക, ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. മെല്ലെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. മനസ്സിലാവുന്നു? അപ്പോൾ നമ്മൾ വലിയ ഗോളുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ വർക്ക് ചെയ്യാതെ ആ വലിയ ഗോളിനെ മുറിച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കുക. സ്മോൾ പീസാക്കിയിട്ട് ഓരോ ദിവസം ആക്ഷൻ എടുക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ആവേശത്തിൽ വർക്ക് ചെയ്യാനെന്നുള്ള മോട്ടിവേഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല. ബി റിലാക്സ്, ബി കൂൾ, നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെ മെല്ലെ ആക്ഷൻ എടുത്ത് വരുമ്പോൾ പിന്നെ നമുക്കൊരു മൊമെൻറ്റം വരും, ഒരു താളം വരും. പിന്നെ നമ്മൾ മെല്ലെ സക്സസ്സിലേക്ക് കടക്കും. പിന്നെ നമുക്ക് ചെയ്ത് പോകാൻ എളുപ്പമാണ്. കൃത്യമായിട്ടുള്ളൊരു റൊട്ടീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സക്സസ്സിലേക്ക് എത്താം. അപ്പോൾ ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് തരുന്ന ആക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന വലിയ ഗോൾ എന്താണ് അത് എഴുതി വയ്ക്കുക. അതിലേക്ക് എത്താൻ വേണ്ടി എന്ത് കുഞ്ഞു സ്റ്റെപ്സാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അതും എഴുതി വയ്ക്കുക. അത് എഴുതി വെച്ചതിന് ശേഷം അത് കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കുക. അതുപോലെ എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുന്നുണ്ടോ? നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? അതോ ആദ്യത്തെ ദിവസം ടീച്ചർമാർ പറഞ്ഞതല്ലേ അത് എല്ലാ ദിവസവും ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി നിർത്തിയേക്കുവാണോ? മക്കളെ, ലൈഫിൽ വിജയിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ടീച്ചർമാർ പറഞ്ഞുതരാം. മനസ്സിനകത്ത് ആ വിജയിക്കണമെന്നുള്ളൊരു ത്വര നിങ്ങൾക്ക് വേണം, ഒരു ബേണിംഗ് ഡിസയർ വേണം. ആരൊക്കെ തളർത്താൻ നോക്കിയാലും തളരാതെ എനിക്കത് ചെയ്യണം എന്നുള്ള അടങ്ങാത്തൊരാഗ്രഹമുള്ളവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ടീച്ചറമ്മയുടെ ചുടക്കുട്ടികൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ ഈ ഒരു ആക്ഷൻ എടുക്കണം. അടുത്ത വീഡിയോയുമായിട്ട് ടീച്ചറമ്മ വരുന്നിടം വരെ നല്ല സന്തോഷമായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ, ലവ് യു ഓൾ.